നമസ്കാരം. അപ്പൊ ഇന്നിപ്പോ പറയാനുള്ളത് മൈത്രിയന്റെ ഈ വീഡിയോനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോ ഇതിനകത്ത് മൈത്രിയൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളോടും ഞാൻ വളരെ എതിരാണ്. ഞാൻ നേരത്തെയും വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് എല്ലാമല്ല, ചില കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നത് ശരിയാണ്. ചില കാര്യങ്ങളൊക്കെ ഒരു 100% എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള പുള്ളിയുടെ 100% എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 80% പുള്ളി പറയുന്നത് വിടുപോഴത്തരങ്ങളും ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്ന ഡൈവേർട്ട് ചെയ്ത് വിടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള മോട്ടീവുണ്ട്, പുള്ളിയുടെ ഒരു മോട്ടീവുണ്ട്. അതുകൊണ്ടിട്ടാണ് പുള്ളി പറയുന്നത്. എല്ലാവർക്കും ഒരു മോട്ടീവ് ഉണ്ടല്ലോ, എന്ത് പറയുന്നെങ്കിലും ചെയ്യുന്നെങ്കിലും അവർ ഉള്ളിലൊരു കാര്യമുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ആരെക്കുറിച്ച് ഒരു വ്യക്തിപരമായിട്ടുള്ള പരാമർശം അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് അവരെ താറടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല ഇത് പറയുന്നത്. പക്ഷെ ആ മോട്ടീവ് ആൾക്കാർക്ക് മനസ്സിലായാലേ അയാൾ എന്തുകൊണ്ടത് പറയുന്നു എന്ന് മനസ്സിലാവുള്ളൂ. അത് ഇതിനകത്ത് റോജിയും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് റോജിയെ കുറിച്ച് സപ്പോർട്ട് ചെയ്താണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ആശയത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം റോജി പല അഭിപ്രായങ്ങൾ പറയുന്നതിലും എനിക്ക് ചില വിരോധങ്ങളുണ്ട്. പക്ഷെ റോജി ഇതിനകത്ത് പറയുന്നതിനകത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അത് രണ്ടുപേരുടെയും ഒരിതുണ്ട്, മോട്ടീവ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് റോജിയും ഇയാളെ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇയാൾ നല്ല ശരിയാണല്ലോ, ഇയാൾ പറഞ്ഞതാണ് അതല്ല. ഈ ആശയത്തിൽ റോജിയുടെ നിലപാടിന് കുറച്ചുകൂടി വാലിഡിറ്റി ഉണ്ട്. ഈ മൈത്രേയൻ പറയുന്നതിന് ഒരു ചുക്കും ചുണ്ണാമ്പും അതിന് വിലയില്ല. അതിന്റെ ഒരു മോട്ടീവ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ്. കാര്യം ഇയാൾക്ക് അത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഇയാൾ അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ് ഈ കളവൻ, ഈ മൈത്രിയൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത്. മൈത്രിയൻ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരൂല. അതിനകത്ത് പ്രസക്തമായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ്. ഈ പുരുഷന്മാരെന്ന് പറഞ്ഞ കിഴങ്ങന്മാരെ കൊണ്ട് എന്ത് നടക്കും? അവന്മാരെ കൊണ്ട് അതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല, ഒന്നിന്റെ ആവശ്യമില്ല. ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ സ്ത്രീക്ക് തന്നെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ പോരായ്മ വരുന്നത് സ്ത്രീയെ അത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. പുരുഷന്റെ ഒരു സിസ്റ്റത്തിൽ സ്ത്രീ അബലയും തബലയും ചബലയും ഒക്കെ ആയിട്ട് നിർത്തണമെന്ന് പുരുഷൻ ആഗ്രഹിക്കുന്നതുകൊണ്ടിട്ടാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അതുകൊണ്ടിട്ടാണ് സ്ത്രീ അബലയായി പോയത്, സ്ത്രീക്കൊന്നും അറിയാൻ പാടില്ലാത്തതൊക്കെ പറയുന്നുണ്ട്. ഇയാളുടെ മകളായ കനിക്കുസൃതിക്ക് ഇതെല്ലാം അറിയാമെന്ന് റോജി ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഇല്ല, അറിയില്ല. അത് ഇയാളെ വായിന്നതിന് വീണ്. ഈ കനിക്കുസൃതിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ റോജി ചോദിച്ചു എന്തുകൊണ്ടാണ് അറിയാത്തത്? നിങ്ങളുടെ തെറ്റല്ലേ? അല്ല, ഒരാൾക്ക് പഠിപ്പിക്കാൻ തന്നെ ഒരു പരിധിയൊക്കെ ഇല്ലേ? അതുകൊണ്ടിട്ട് എല്ലാം ഒന്നും എനിക്ക് പഠിപ്പിക്കാനൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഇയാളുടെ ജീവിതശൈലി ഒന്ന് വേറെതാണ്. കാരണം ഇയാൾ അങ്ങനെ അല്ല ജീവിക്കുന്നത്. ഇയാള് ഈ പെണ്ണുങ്ങളെ സുഖിപ്പിച്ചിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ നടക്കാനാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അതാണ് പുള്ളിയുടെ മോട്ടീവ്. അത് തന്നെയാണ് ഒരുമാതിരിപ്പെട്ട കുറച്ച് കൊണട്ട് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത്. കാര്യം അവർക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ടിട്ട് ഒരു പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഒരു പെണ്ണിന് വേണ്ട രീതിയിൽ അവളെ സ്നേഹിക്കാനോ നോക്കാനോ ഒന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് അതാണ് അതിന്റെ സംഭവം എന്നാണ്. പിന്നെ അവര് കുറെ ആധുനികതയൊക്കെ പറയുന്നുണ്ട്. ഇയാളെ തന്നെ പലരും ട്രോളുന്നുണ്ട്, ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇയാൾ ആധുനികത പറയുന്നൊരു ആളാണ്. ആധുനിക ലോകത്ത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഇയാള് എന്താധുനികതയാണ് പറയണമെന്ന് അറിയാൻ പാടില്ല. എല്ലാ ആധുനികതയിലും, അതായത് ഇയാൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ള ആധുനികത, അപ്പൊ അത് കുറച്ച് മെച്ചപ്പെട്ടതാണെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതാണ് ഇപ്പൊ നിലവിലുള്ള ഒരു ട്രെൻഡ്. കാര്യം നമ്മളുടെ ഇല്ലാത്തത് മറ്റുള്ളവൻ കാണിക്കുമ്പോൾ അക്കരെ പച്ചയല്ല. അതും ഒരു വലിയ ആധുനികതയാണ്. പക്ഷെ അത് അവൻ കാണിക്കുന്നതുകൊണ്ട് അവിടെ കുറെ വിഷയങ്ങളുണ്ട്, അവിടെ കുറെ കുറ്റങ്ങളും കുറവുകളും കുറെ മെനക്കെട്ട സാഹചര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കൂല. അതറിയാൻ പാടില്ല. ഈ ആധുനിക പ്രസംഗിക്കുന്ന ഒരു കിഴങ്ങന്മാർക്കും അത് അറിയാൻ പാടില്ല എന്നുള്ളതാണ്. എവിടെയോ ഒന്ന് കണ്ടിട്ട് അത് പറയുന്നു എന്നുള്ളതാണ്. അവിടെ അത് ഫോളോ ചെയ്യുന്നുണ്ട്, അതിന്റെ കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിന്റെ കുഴപ്പങ്ങളുണ്ട്, കുറ്റം കുറവുകളുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്. അവിടെ ഉണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഈ രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കണം ഏതിലാണ് കുറച്ചുകൂടി മെച്ചമെന്ന്, ഏത് ത്രാസാണ് കുറച്ചുകൂടി തൂക്കമെന്ന്. അത് ഒന്നും ആൾക്കാർക്ക് അറിയാൻ പാടില്ല. കാര്യം അത് ഇയാൾക്ക് അറിയാൻ പാടില്ല. ഒരുപക്ഷെ ഇയാൾക്ക് അറിയാമായിരിക്കും. ഇനിയിപ്പോ അത് പറഞ്ഞാലും ആൾക്കാർക്ക് അത് മനസ്സിലാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇയാൾ സ്ത്രീകളെ താങ്ങി സംസാരിക്കുന്നതാണ് ഇയാളുടെ ഒരു രീതി. വേറൊന്നുമല്ല. ഇയാളുടെ തലയും മുടിയും താടിയൊക്കെ കുറച്ച്, മുടിയും മീശയൊക്കെ കുറച്ച് റാണാരി ഒരു വീശുണ്ടല്ലോ, അതൊക്കെ കുറച്ച് നരച്ച്. ഇനിയിപ്പോ ആശാന് നടക്കൂല. ചെറുപ്പത്തിലും ഇയാളുടെ കൂടെ ഒരു പെണ്ണ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇയാളുടെ നിലപാടാണ്. ഇയാൾ അങ്ങനെ ഒരു മനുഷ്യനാണ്. ഇയാൾ അങ്ങനെ ഒരു ഫ്രെയിമിൽ ജീവിച്ച മനുഷ്യനാണ്. ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നായിരിക്കാം. എന്നിരുന്നാലും ഇയാളുടെ ബേസിക് ഒരു രീതി അതാണ്. ഇയാളിങ്ങനെ നടന്ന് ഒരു മാസ് ഓഡിയൻസിന് എന്ത് വേണം, ഇയാളുടെ കണ്ണിൽ ഒരു മാസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് ഇയാളുടെ ഈ കാര്യത്തിനൊക്കെ ഇങ്ങനെ വിടുപോഴത്തിന് ആധുനികത എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൈയടിക്കുന്നത്. ഒരു ലോജിക്കടി ചിന്തിക്കുന്ന ഒരു പുരുഷനും ഇയാൾ പറയുന്ന കാര്യത്തിൽ അംഗീകരിക്കുന്നുമില്ല. അത്ര കഴമ്പില്ലെങ്കിൽ, അത്ര കഴമ്പില്ല ഇയാൾ പറയുന്ന പല കാര്യങ്ങളിലും. ചില പൊളിറ്റിക്കലായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങളുണ്ടെന്നുള്ളൂ. അപ്പൊ ഇയാൾ ഈ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അപ്പൊ സ്ത്രീകളല്ല ഏത് മനുഷ്യനായാലും അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ ഇയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇയാൾക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നതാ. അപ്പൊ പുരുഷന്മാരെ കൊണ്ട് എന്തായാലും ഇയാളുടെ പണി നടക്കൂല. അപ്പൊ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ട് സ്ത്രീകളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നിട്ട് സ്ത്രീകളുടെ ഒരു സമ്മതിത്വം ഉണ്ടാക്കാം.
എന്നുള്ളതാണ് പുള്ളിയുടെ ഇത്. അത് പുള്ളിയുടെ രീതി. പക്ഷെ ആത്യന്തികമായിട്ടുള്ള സത്യം അതല്ല. സ്ത്രീക്കെല്ലാം നടക്കുമെന്നാണ് പുള്ളി പറയുന്നത്. സ്ത്രീക്കെല്ലാം നടക്കൊന്നുമില്ല. സ്ത്രീക്ക് നടക്കില്ല, പുരുഷന് നടക്കില്ല. ഇനി കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ പുരുഷനെല്ലാം നടക്കും. ഇത് ഞാൻ പുരുഷനായിട്ട് പറയണതല്ല, പുരുഷനെല്ലാം നടക്കും. ഇയാൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ സ്ത്രീയും പുരുഷനും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാടെ പുരുഷനുള്ള ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലം, ഭാരം എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അതാണ് ഒരു സംഭവം. ഫിസിക്കലായിട്ടുള്ള എന്ത് കാര്യങ്ങളിലും പുരുഷൻ തന്നെയാണ് മുൻപന്തിയിൽ. അത് ബയോളജിയാണ്. അത് ഈ മൈത്രിയൻ എന്നല്ല, ഇയാളുടെ അപ്പനപ്പൂപ്പന്മാർ ഇനി ഇതിലും വലിയ ഏൻഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ ആരെ കൊണ്ടുവന്ന് ഇരുത്തിയാലും അതങ്ങനെ തന്നെയാണ്. ബയോളജി അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. സ്ത്രീക്ക് കുറച്ചൊക്കെ ചാടാം. ചെമ്മീൻ ചാടിയ എന്താ പറയാ, മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം എന്ന് പറയില്ലേ എന്ന് പറയുന്നത്. സ്ത്രീയെ ബീലിറ്റിലി എന്ന് പറയുന്നില്ല. സ്ത്രീ അതാണ്, ഫെമിനിൻ എനർജി അതാണ് സ്ത്രീയുടെ റോള്. സ്ത്രീ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം, കുറച്ച് കരുത്തോടു കൂടിയൊക്കെ നിൽക്കാം. പക്ഷെ എങ്കിലും ഒരു പുരുഷൻ എന്ന് പറയുന്ന സാധനം വേറെ ഒന്നാണ്. ഇയാൾ പറയുന്ന കാര്യം പുരുഷനെ കൊണ്ട് എന്ത് നടക്കും, പുരുഷനെ കൊണ്ട് ഈ ഭാരത്തിന്റെ സംഭവം മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് നേരെ മറിച്ചാണ് പറയുന്നത്. സ്ത്രീയെ കൊണ്ട് ഒരു തേങ്ങാക്കൊലയും നടക്കില്ല. സ്ത്രീയെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് പ്രസവം. അത് പുരുഷനെ കൊണ്ട് നടക്കില്ല. അതാണ് സംഭവം. സ്ത്രീയെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് പ്രസവം. അത് പുരുഷനെ കൊണ്ട് നടക്കാൻ വേണ്ടി പോകുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും പുരുഷന് നടക്കും. കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം, ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷെ പുരുഷന് പുറത്തിറങ്ങി വേറെയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് പിന്നെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഈ കാര്യങ്ങളൊന്നും പുരുഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടിട്ടാണ് പുരുഷൻ അങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ പുരുഷന് കുറച്ച് മേധാവിത്വം ഉണ്ടെന്നും സ്ത്രീകൾ കുറച്ച് ഗൃഹസ്ഥ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നു, അതുകൊണ്ട് സ്ത്രീക്കൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നതില് അതിൽ സ്ത്രീക്ക് അറിയാൻ പാടില്ലാത്തൊന്നുമല്ല. അതിന് സ്ത്രീക്ക് എന്താണ് അറിയാൻ പാടില്ല, എന്താണ് സ്ത്രീക്ക് അങ്ങനെയുള്ള ലോകം വെച്ച് സ്ത്രീക്ക് അത് മുട്ടി നിൽക്കാൻ പറ്റൂല. ഒരു പുരുഷന്റെ ലോകത്ത് പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കുക്കിംഗ് ക്ലീനിങ് ഒക്കെ ഏത് പുരുഷനും ചെയ്യാം. ഏത് പുരുഷനും ചെയ്യാം. ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏത് പുരുഷനും ചെയ്യാം. ഈ നമ്മൾ തന്നെ പറയും, എന്താ പറയാ, നളപാചകം എന്നൊക്കെ പറയും. പുരുഷൻ കുക്ക് ചെയ്യണ ഒരു സ്ത്രീക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന മനസ്സറിഞ്ഞ് പുരുഷൻ ഇറങ്ങി നിന്നാ. ഇനിയിപ്പോ സ്ത്രീ പറയും കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ, ആന കഴിയുമ്പോൾ തുടത്തി കയറി മാറിയാണ് എല്ലാം പാക്കിട്ട് പോരും എന്ന് പറയും. പക്ഷെ പുരുഷനെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളത്. പിന്നെ ഇയാളിത് പറയും കുറെ സ്ത്രീകളെ സമ്മതി കിട്ടാൻ വേണ്ടി. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ നാട്ടില് ഫോർട്ട് കൊച്ചിയിലൊക്കെ പല ഈ കിളവന്മാരൊക്കെ വരും. ഇയാളുടെ പ്രായത്തിലുള്ള കിളവന്മാരൊക്കെ വരും. എന്ന് വെച്ചാൽ വേറെ സ്ഥലത്തുനിന്നൊക്കെ ഈ മൂവാറ്റുപുഴയെന്ന് അവിടെ നിന്ന് ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഇത്തിരി ചിക്കിളിയൊക്കെ ഉള്ള ചില കിളവന്മാരൊക്കെ വന്നിട്ട് ഈ വെള്ളക്കാരത്തികളെ പൊക്കാൻ, ഇത് ഞാൻ പച്ചക്ക് ഞാൻ പറയണുണ്ട്, കാര്യം ഇത് വാലിഡാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ വെള്ളക്കാരത്തികളെ പൊക്കാൻ വേണ്ടി വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഇരുന്നിട്ട് വെള്ളക്കാരത്തിമായിട്ട് സംസാരിച്ച് അങ്ങനെ പറയും ഇവിടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഭയങ്കര പുരുഷ മേധാവി, അത് എങ്ങനെയൊക്കെയാണ്. ഐ ട്രാവൽഡ് മെനി കൺട്രീസ്, ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ സ്ത്രീകൾ ഇങ്ങനെയാണ്. അപ്പൊ അവർക്കൊരു ഇന്ത്യനാണ് ഇയാള്, ഇന്ത്യക്കാരൊരാൾ ഇയാൾക്ക് ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സ്ത്രീകൾ ഇതിനകത്ത് വീഴും. ഈ കിളവൻ എന്തിനാണ് പറയുന്നത്? കിളവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കിളവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ എന്തെങ്കിലും കിട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ് കിളവൻ പറയുന്നത്. അതാണ് ഈ മൈത്രിയൻ ഇരുന്ന് പറയുന്നത്. നമ്മൾ ഇതെല്ലാം വസന്തമാളികയിൽ പാത്താജി മൈത്രിയൻ അമ്മാരി തള്ളൊന്നും വേണ്ട. താൻ പറയുന്നതിൽ ഒരു കാര്യവുമില്ല. പിന്നെ ഇയാൾ വാഗ്വാദത്തിൽ ഒരു ഡെഡ് എൻഡ് എത്തുമ്പോ ഇയാളൊരു ഉപമ അങ്ങോട്ട് തള്ളിവിടും. സാഹചര്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഉപമ. സ്ത്രീയെയും പുരുഷനെയും കുറിച്ച് പറയുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും കുറിച്ച് പറയണം. ഇയാൾ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പോലീസ് ഒരു മുതലാളിയുടെ കീഴിൽ ഒരു പോലീസുകാരൻ നിൽക്കുന്നത് അത് മുതലാളിയുടെ ആറ്റപ്രകാരമാണ്. മുതലാളിയും പോലീസുകാരൻ്റെ ഉപമയൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊരു വാലിഡിറ്റി ഇല്ല. ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്, കുറച്ചുകൂടി നീണ്ടതാണ്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ സമയമായി 10 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ ഏതാണ്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ബാക്കി പറയാം.